2024 ഫെബ്രുവരി ഇൻടേക്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടാതെ പോയെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ആബെ എക്സ്പ്ലെയിൻസ്. 2024 ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഓസ്ട്രേലിയൻ ഡ്രീംസ് നിങ്ങൾ ഉപേക്ഷിക്കണമെന്നോ നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ ഡീറെയിൽ ആയിപ്പോയെന്നോ അർത്ഥമില്ല. ഓസ്ട്രേലിയയിലെ മിക്ക യൂണിവേഴ്സിറ്റികളും ഫെബ്രുവരി ഇൻടേക്ക് കഴിഞ്ഞിട്ട് ഏറ്റവും വലുതായിട്ട് ഇൻടേക്ക് നടത്തുന്ന സമയമാണ് ജൂലൈ ഇൻടേക്ക്. അതിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ മിക്ക കോഴ്സുകളും ഫെബ്രുവരിയിൽ അത്രയും ഓപ്പൺ അല്ലെങ്കിൽ പോലും എല്ലാ കോഴ്സുകളും തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. അവർ സ്കോളർഷിപ്സും നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജൂലൈ ഇൻടേക്കിൽ ഡെഫിനറ്റ്ലി ഒന്നോടെ ട്രൈ ചെയ്യാവുന്നതാണ്. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റും യൂണിവേഴ്സിറ്റീസും നിങ്ങളുടെ ഇയർ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വളരെ വലിയതായിട്ടാണ് കരുതുന്നത്. അതായത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടുന്നവരെയുള്ള സമയം വലുതാവും തോറും നിങ്ങളുടെ ചാൻസസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയെങ്കിലും ഈ ജൂലൈ ഇൻടേക്കിലെങ്കിലും നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പിക്കാൻ ശ്രമിക്കണം. അതിന് നിങ്ങൾ ഉത്സാഹിക്കുകയും വേണം. +2 വിദ്യാർത്ഥികൾക്കുള്ള ഓപ്ഷൻസ് ആണ് നമ്മളിനി നോക്കുക. മിക്ക +2 സ്റ്റുഡൻസും നേഴ്സിംഗ് കോഴ്സസ് ആണ് ട്രൈ ചെയ്യുന്നത്. അതാണ് വളരെ ഹൈ ഡിമാൻഡിലുള്ള കോഴ്സ്. മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ ജൂലൈയിലും നേഴ്സിംഗ് കോഴ്സസുകൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് 2024 ഫെബ്രുവരി ഇൻടേക്ക് അഡ്മിഷൻ കിട്ടാതെ പോയത് ലോ IELTS അല്ലെങ്കിൽ PT ബാൻഡ് സ്കോർ കാരണമാണെങ്കിൽ, അത് നേഴ്സിങ്ങിനായിരുന്നു നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ പല ഓപ്ഷൻസുകളും നോക്കാവുന്നതാണ്. ഉദാഹരണത്തിന് മെറൈൻ ബയോളജി, എൻവയോൺമെൻറ്റൽ സയൻസ്, IT, എഞ്ചിനീയറിംഗ്, ന്യൂട്രീഷൻ സയൻസ്, സോഷ്യൽ വർക്ക്, ഇങ്ങനെയുള്ള ഒത്തിരി കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് എല്ലാം തന്നെ വളരെ കരിയർ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അതുകൊണ്ട് നിങ്ങൾ നേഴ്സിംഗ് മാത്രം നോക്കി നിന്ന് വീണ്ടും നിങ്ങളുടെ ഇൻടേക്ക് നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളും വളരെ പ്രോസ്പെക്റ്റീവാണ്. ഉദാഹരണത്തിന് അക്കൗണ്ടിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കോഴ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് സ്വീകരിച്ച് അടുത്ത ജൂലൈ ഇൻടേക്ക് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഗ്രാജുവേറ്റ്സിനുള്ള ഓപ്ഷൻസ് ആണ്. ഗ്രാജുവേറ്റ്സിന് മാസ്റ്റേഴ്സ് പ്രോഗ്രാം എല്ലാം തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും മിക്കവാറും ജൂലൈ ഇൻടേക്കിൽ ഓപ്പൺ ആണ്. അപ്പോൾ ഇന്നതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നില്ല. അപ്പോൾ എല്ലാ ഓപ്ഷൻസ് തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ജൂലൈയിൽ. പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പഠനത്തിനും അല്ലെങ്കിൽ പ്രവൃത്തി പരിചയത്തിനും എക്സ്പീരിയൻസിനുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾക്കേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ ഗ്രാജുവേഷൻ മാത്സിലായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് IT വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഒട്ടും ബന്ധമില്ലാത്ത ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ കോഴ്സിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനോട് ബന്ധപ്പെട്ട കോഴ്സുകൾ അപ്ലൈ ചെയ്യാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വീണ്ടും നിങ്ങളുടെ ഫെബ്രുവരി അഡ്മിഷൻസ് ലോ IELTS അല്ലെങ്കിൽ PT സ്കോർ കാരണമാണ് കിട്ടാതെ പോയതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കോഴ്സസ് വേറെ ഓപ്ഷൻസും ലോവർ ബാൻഡിലുള്ള കോഴ്സസും നോക്കാൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ജൂലൈ ഇൻടേക്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് ഉറപ്പിക്കാൻ കഴിയും. ഫെബ്രുവരി ഇൻടേക്ക് നഷ്ടമായെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ജൂലൈ ഇൻടേക്ക് വരെയുള്ള സമയത്ത് ഈ സമയം ഫലപ്രദമായി ഉപയോഗിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് വർക്ക് എക്സ്പീരിയൻസ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സസ് നിങ്ങളുടെ അക്കാഡമിക്സിന് ബന്ധപ്പെട്ടത് അത് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി കോഴ്സ് തന്നെ കൂട്ടുന്നതിനോ ഈ ടൈം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ട അഡ്മിഷനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട. അടുത്ത ഇൻടേക്കിന് വേണ്ടി ഉത്സാഹിച്ച് പ്രവർത്തിച്ച് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓസ്ട്രേലിയയിൽ പഠിക്കുക എന്നുള്ള സ്വപ്നം നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങളോടും പിന്നെ 2025 ട്രൈ ചെയ്യുന്ന സ്റ്റുഡൻസിനോടും അവരുടെ പേരൻസിനോടും ഞങ്ങൾക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള കൺസൾട്ടൻസിനെ മാത്രമേ സമീപിക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റികളിൽ പോകുമ്പോൾ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഈ ഒഫീഷ്യൽ കൺസൾട്ടൻസിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ റെപ്രസെൻറ്റേറ്റീവ്സിന് മാത്രം സമീപിക്കാൻ ശ്രമിക്കുക. ജൂലൈ ഇൻടേക്കിന് ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഡു വെൽ.